കേരളത്തിൽ NDA മുന്നണി വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പല പാർട്ടികളും ഒക്കെ വിട്ട് ഒറ്റയ്ക്കും BJPയിലേക്ക് വന്നുയർന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനായ റജി ലൂക്കോസിൻ്റെ വരവ്, അതുപോലെ ദേവികുളം മുൻ MLA രാജേന്ദ്രൻ, പിന്നെ മറ്റ് പലയിടങ്ങളിലും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ട് നിൽക്കാത്തവർ അവരൊക്കെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് നമുക്കറിയാം 2020 എറണാകുളം കിഴക്കമ്പലം ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ 2020യും ഇപ്പോൾ NDA മുന്നണിയിലേക്ക് വന്നിരിക്കുകയാണ്. 2020 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സാബുവിൻ്റെ ഒരു ക്രൈസ്തവ മുഖമാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സാബു ജേക്കബ് നിസ്സാരക്കാരനല്ല. ഒന്നൊരു വ്യവസായി, രണ്ട് അധ്യക്ഷന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു 2020യുടെ ലീഡറാണ് സാബു ജേക്കബ്. ഇപ്പോൾ സാബു ജേക്കബിനെ പോലുള്ള ഒരു വ്യവസായിയും നല്ല കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് ഒരു പഞ്ചായത്തിൽ നല്ല ഭരണം കാഴ്ചവെച്ചതാണ് കിഴക്കമ്പലം. ആ കിഴക്കമ്പലത്ത് സംസ്ഥാന സർക്കാർ കൊടുക്കാത്ത അരിയും സാധനങ്ങളും വ്യഞ്ജനങ്ങളും സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുത്തൊരു പഞ്ചായത്തിൻ്റെ നേതാവാണ്, പാർട്ടിയാണ് 2020. അപ്പോൾ അത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം തുടങ്ങിയ ക്രൈസ്തവ മേഖലകളിലെ മേലധ്യക്ഷന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ഈ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് വന്നതിൽ വളരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു ഘടകം അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാകും. അപ്പോൾ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ മേഖലയായിട്ടുള്ള എറണാകുളത്ത് പോലും ചില മണ്ഡലം 2020 വന്നാൽ വിജയസാധ്യതയുണ്ട്. ഇടുക്കിയിൽ വിജയസാധ്യതയുണ്ട്. കോട്ടയത്ത് പോലും പണ്ടൊരിക്കൽ തോമസ് പോലുള്ളവർ വന്നിട്ട് തിരിച്ചുപോയി, എന്നിട്ട് നല്ല വോട്ട് അവിടെ കരസ്ഥമാക്കി 2ാം സ്ഥാനത്ത് വരുവാൻ കഴിഞ്ഞു. അതേ കോട്ടയത്ത് 2020ക്കും സാബു ജേക്കബിനും അദ്ദേഹം പറയുന്ന മതങ്ങൾക്കും നിർണായക ശക്തി ഉള്ളിടത്ത് അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും കൂടി വരുമ്പോൾ ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയസാധ്യതയുള്ള ഒരു സ്ഥലങ്ങളായി കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും എറണാകുളവും മാറും. ഇത് ഒരു സാബു ജേക്കബ് 2020 മാത്രമല്ല, ഇനിയും ചില അസ്വാരസ്യങ്ങൾ കൊണ്ട് വളരുന്ന കക്ഷികൾ ചെറുത് കേരളത്തിലുണ്ട്. അതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇതിലേക്ക് വരും. ഇപ്പം ജനതാദളിനകത്ത് അസ്വാരസ്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ രാംവിലാസ് പാസ്വാൻ്റെ മകൻ്റെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു. അവരുമായിട്ട് NDAയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കോൺഗ്രസ്സിലുള്ള ചില കക്ഷികൾ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കുവാനുള്ള രഹസ്യ ബന്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സിൽ തന്നെ ഉള്ള പ്രമുഖ വ്യക്തികൾ വരും. കേരളത്തിൽ വരുന്ന 2-3 മാസത്തിനകം അസംബ്ലി തിരഞ്ഞെടുപ്പിനകത്ത് NDA എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വിപുലീകരിക്കുവാൻ ശ്രമിക്കും. സാമുദായിക സംഘടനകൾ, പഴയകാല SNDP-യിൽ വിശ്വസിച്ചിരുന്ന കുറേ SRP-ക്കാരുണ്ട്, അവരുടെ സംഘടനകളുണ്ട്. NDP-യുടെ ചില സംഘടനകളുണ്ട്, അവരുമായിട്ട് യോജിക്കുവാൻ തയ്യാറാവും. അതുപോലെ മുന്നോക്ക മുന്നണിയിൽ എന്ന് പറയുന്ന സംവിധാനങ്ങളുള്ളവരുണ്ട്. ഇങ്ങനെ പല ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാഷണൽ ഡെമോക്രാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഒരു NDA സഖ്യം കേരളത്തിലേക്ക് വരുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും LDFിൽ നിന്നും UDFിൽ നിന്നും ഘടകകക്ഷികൾ സഹായിക്കുകയും തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സീറ്റ് മോഹങ്ങൾ കൊണ്ട് നിൽക്കുന്ന കോൺഗ്രസ്സിലുള്ളവരും കമ്മ്യൂണിസ്റ്റിലുള്ളവരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും, NDA സഖ്യത്തിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദേവികുളം MLA രാജേന്ദ്രൻ വന്നതും പാലക്കാട് നിന്നൊരു ഹരി ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നതും കമ്മ്യൂണിസ്റ്റ് കോട്ടയായ കണ്ണൂരിൽ നിന്ന് പോലും ഭാരതീയ ജനതാ പാർട്ടി CPM-കാർ BJPയിലേക്ക് വരുന്നു. ഇതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാം 2021 UDF വിട്ട് LDFിലേക്ക് വന്നതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അതെ, അവർ തൃപ്തരല്ല LDF മുന്നണിയിൽ. അതുകൊണ്ട് തന്നെയാണ്
26-ലേക്ക് UDF സാധ്യത കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു നീക്കം നടത്തി. അതിന് പിന്നിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ജോസ് കെ മാണിയുമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തി. പക്ഷേ ജോസ് കെ മാണിക്കൊരു പ്രശ്നമെന്ന് പറയുന്നാൽ ഈ ഓരോ തവണയും ആരാണോ വിജയിക്കുന്നത് അവർക്കനുസരിച്ച് മാറുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടുമോ എന്നുള്ളതും നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റു ചില ഓഫറൊക്കെ കൊടുത്ത് പിണറായി വിജയൻ കൂടെ നിർത്തിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഈ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് ചാടി വരാൻ NDAയിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. കേരള കോൺഗ്രസ് പിളരും എന്തായാലും അവിടെ വച്ച്. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം അവിടെ നിൽക്കും. പിന്നെ കേരള കോൺഗ്രസ് പിളരുന്നതൊന്നും വലിയൊരു സംഭവമല്ല, അത് പിളരണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. നമുക്ക് ആ സാധ്യത തള്ളിക്കളയാനാവില്ല. എങ്ങനെയാണോ എവിടെയാണോ ശക്തി, NDAയ്ക്കാണ് ശക്തി. ഈ സാബു ജേക്കബ് 2020 പോലുള്ളവർ വന്നത് അദ്ദേഹം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം LDFനകത്ത് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ചാടും. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്ന മാണി സാറും എല്ലാം എടുക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ്. അവരും അവരുടെ കൂടെ നിൽക്കുന്നവരുടെയും വിശ്വാസത്തിൽ അർപ്പിക്കുന്ന കക്ഷികളെ കൂടെ അവർ നിൽക്കുകയുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു. കേരളത്തിൽ അവർക്ക് MLAമാർ കുറച്ച് കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന MLAയും കൊണ്ട് വരും. അതുകൊണ്ടാണ് കേരളത്തിലൊരു തൂക്കുസഭ വരുവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം, കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ വരികയാണ് എങ്കിൽ BJPക്ക് കിട്ടുന്ന MLAമാരും മറ്റ് NDA സഖ്യത്തിലുള്ള, ഇപ്പോൾ സാബു 2020 വന്നു, അവർ വിചാരിക്കുന്ന സ്ഥലത്ത് അവരുടെ MLA ജയിക്കുവാൻ കഴിയും. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലത്ത്, അവരുടെ സ്വാധീനമുള്ള സ്ഥലത്ത് അവർക്ക് MLA ഉണ്ടാവാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലൊരു NDA മുന്നണി വിപുലീകരിച്ചാൽ, MLA കൂടുതൽ കിട്ടിയാൽ മാണി, നമ്മുടെ ജോസ് കെ മാണിയെ പോലുള്ളവർ NDA പക്ഷത്തേക്ക് വരും. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത് കേന്ദ്രമന്ത്രിയാക്കാം. കേരളത്തിൽ അവരുടെ MLAമാർക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ കൊടുക്കാം. അത് ചെയ്തുകൂടാന്നില്ല. പണ്ട് PC ചാക്കോയുടെ പഴയ കേരള കോൺഗ്രസ് നേതാവിൻ്റെ മകൻ അദ്ദേഹം PC തോമസ് വന്നതുപോലെയാകും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഒന്നും തള്ളിക്കളയുവാൻ പറ്റാത്ത അവസ്ഥയാണ് UDF, LDF, NDA. അതിനൊരു ഉദാഹരണമാണ് NDTVയുടെ സർവേ. മുഖ്യമന്ത്രി VD സതീശനും പിണറായി വിജയനും വരുന്ന അതേ ഈക്വലൻ്റ് പവർ സർവേയിൽ രാജീവ് ചന്ദ്രശേഖർജിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിസാരം ഒരു 6 മാസമായി കേരളത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്ന ഒരു വർഗീയ വാക്കുകൾ വരുന്നില്ല. എല്ലാം കേരളത്തിൻ്റെ വികസനം. 2026 വികസിത കേരളം, മാറാത്തത് മാറും, ഇതാണ് അജണ്ട. അല്ലാതെ അവരുടെ ക്ഷേത്രങ്ങൾ വയ്ക്കുമെന്നോ ബാക്കി കാര്യങ്ങളോ അല്ല. കേരളത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ഇവിടുത്തെ വിലക്കയറ്റവും രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ചെയ്യുവാൻ കഴിയും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ജോസ് കെ മാണിക്ക് ഒരു രാജ്യസഭാ സീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതെ, പിന്നീട് തരം പോലെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൂടി കൊടുത്താൽ തീർച്ചയായിട്ടും പിന്നെ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരും. നല്ലൊരു ക്രൈസ്തവ വിഭാഗവും ഉണ്ടാവും. കേരള കോൺഗ്രസിൻ്റെ കൂടെ ഒരു ക്രൈസ്തവ വിഭാഗം നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ 2021 പിണറായി വിജയൻ അവിടെ ഒരു മേൽക്കൈ സ്ഥാപിക്കാനും കഴിഞ്ഞതെന്നുള്ളതാണ്. അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. അതുകൊണ്ടാണ് അനൂപ് ആൻ്റണിയും PC ജോർജിൻ്റെ മകനും PC ജോർജും എല്ലാം ആത്മാർത്ഥമായിട്ട് NDAയിൽ നിൽക്കുന്നത്. ഇന്ന് ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ UPA ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോസ്റ്റൽ മേഖലയുടെ ക്രൈസ്തവരുടെ ഫിഷർമാൻമാരുടെ ആവശ്യം തിരുവനന്തപുരത്ത് ഒരു സെൻറ്ററാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കരമന കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിന് വിപുലീകരിച്ചാൽ മതി. ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചിയിൽ നടന്ന സമരം, അവിടെ ഭാരതീയ ജനതാ പാർട്ടി തുച്ഛമായ വോട്ടിന് ജയിച്ചുവെങ്കിലും ആ മിനിമം സമരത്തിൻ്റെ ഒരു പരിണിത ഫലവും കേന്ദ്രം ഇടപെട്ടത് കൊണ്ടാണ് ആ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര വിജയിച്ചത്. അപ്പോൾ ഇതെല്ലാം വച്ച് നോക്കുകയാണ് എങ്കിൽ കേരളത്തിലെ മുന്നണി സംവിധാനം NDA വിപുലീകരിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർജിക്ക് ആഗ്രഹമുണ്ട്.
ചെറിയ ചെറിയ കക്ഷികളെയും ഇവിടെ അസ്വസ്ഥതയായി നിൽക്കുന്ന UDF LDFിലുള്ളവരെയും കൂട്ടിയോജിച്ചുകൊണ്ട് വരികയാണ് എങ്കിൽ കേരളത്തിലൊരു മന്ത്രിസഭ ഉണ്ടാക്കേണ്ട BJPക്ക് കിട്ടുന്ന, ഇപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു 15-14 MLA കിട്ടുമെന്ന്, അതിൻ്റെ കൂടെ ബാക്കി കുറച്ചും കൂടി വരികയാണ് എങ്കിൽ ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യത കേരളത്തിൽ വരും. 2026 ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുവാൻ കഴിയും. നവയുഗ കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ആകുന്ന സാമ്പത്തിക സഹായം ഡബിൾ എഞ്ചിൻ സർക്കാർ വരികയാണെങ്കിൽ മോഡിജി ഇവിടെ പ്രഖ്യാപിച്ച് ഈ കൊടുത്തിട്ടുള്ള പദ്ധതികളെല്ലാം അപ്പാടെ നടപ്പിലാക്കും. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ബൃഹത്തായൊരു നഗരമാക്കി, പൈതൃക നഗരമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം സ്റ്റേജിൽ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.